ഹലോ, ഇന്നൊരു 70-ാം പിറന്നാളിൻ്റെ കേക്കിൻ്റെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. പിറന്നാൾ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ എൻ്റെ ജൂനിയറായിട്ടുണ്ടായിരുന്ന ഷീജ തന്നിട്ടുള്ള ഓർഡറായിരുന്നു. അപ്പോൾ മോളുടെ അച്ഛൻ്റെ 70-ാം പിറന്നാളിന് വേണ്ടിയിട്ടായിരുന്നു കേക്ക് ഓർഡർ ചെയ്തത്. എല്ലാ വട്ടത്തെയും പോലെ തന്നെ ഈ വട്ടവും റെഡ് വെൽവെറ്റ് കേക്കായിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. ഡിസൈനും കാര്യങ്ങളും എല്ലാം എൻ്റെ ഇഷ്ടത്തിന് തന്നെയായിരുന്നു കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ എനിക്ക് സമയക്കുറവ് മൂലം സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനിലാണ് ഞാൻ കേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. റെഡ് വെൽവെറ്റ് കേക്കിൽ ഒരു പെയിൽ യെല്ലോ കളറിൽ നമ്മൾ ഫിനിഷിങ് കൊടുത്ത് ജസ്റ്റ് ഒരു പാലറ്റ് നൈഫ് ഡിസൈനാണ് മുകളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കേക്കിൻ്റെ സൈഡിലായിട്ട് റെഡ് ക്രീം വെച്ചിട്ട് 70 എന്ന് എഴുതിയതിന് ശേഷം കുറച്ച് ഫോണ്ടൻറ്റിൻ്റെ റെഡ് ഫ്ലവേഴ്സ് വെച്ചിട്ട് ഡിസൈൻ ചെയ്യുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യത്തിൽ എനിക്ക് ആ ഒരു ലുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാനത് ആദ്യം കേക്കിൻ്റെ ടോപ്പിൽ ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേങ്കിൽ പിന്നെ എഴുതാനുള്ളൊരു സ്പേസ് കിട്ടുമോ എന്നുള്ളൊരു സംശയം കൊണ്ട് ഞാൻ അത് താഴത്തേക്ക് ആക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ട് ബ്രഷ് ചെയ്ത് അതിൻ്റെ ഫൈനൽ ലുക്ക് കൊടുത്തിരുന്നു. അതിനുശേഷം മുകളിലായിട്ട് കേക്കിൻ്റെ ടോപ്പിലായിട്ട് റൈറ്റിംഗ് എഴുതുമായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള റൈറ്റിംഗ് എല്ലാം എഴുതിയതിന് ശേഷം കുറച്ച് ഫോക്സ് ബോൾസ്, ഹാർട്ടിൻ്റെ പോലത്തെ ഫോക്സ് ബോൾസ് വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം ഹാപ്പി ബർത്ത്ഡേയും എല്ലാം വെച്ചു. പിന്നെ കുറച്ച് ഗോൾഡൻ സ്പ്രിങ്കിൾസും ഇട്ട് സ്പ്രെഡ് ചെയ്തു. ഇതായിരുന്നു ഫൈനൽ ലുക്ക്. വന്നിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സിമ്പിൾ ലുക്കാണെങ്കിലും നല്ല ഭംഗിയുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ പറയാം കേട്ടോ.